Section 3. Here is the vulture said. Speak up. What brings you here? Cat said, I bathe every day in the Ganges. No flesh to eat, practice celibacy, and observe Chandrayaan rites. He further added, all the birds speak high of you as devoted to Dhamma and knowledge besides. ബീങ് എ ട്രസ്റ്റ്വർത്തി ഫെലോ. പൂച്ചയുടെ വാക്കുകൾ കേട്ട്, അതായത് മറ്റുള്ളവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാതെ അവരെ അപരിചിതരെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയില്ല, അതുകൊണ്ട് ഞാൻ പറയാനുള്ളതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ പൂച്ചയുടെ വാക്കുകൾ കേട്ട കഴുകൻ ചോദിക്കുകയാണ്, എന്താണ് നിന്നെ ഇത്രയ്ക്കും പ്രത്യേകത ഉള്ളത്, നിനക്ക് എന്താണ് ഇത്രയ്ക്കും പ്രത്യേകതയുള്ളത്, നിന്നെ ഇവിടെ എത്തിച്ചത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂച്ച പറയുകയാണ്, ഞാൻ എല്ലാ പൂച്ചകളെയും പോലെയല്ല, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഗംഗയിൽ കുളിക്കുമായിരുന്നു, അതുപോലെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, മാംസം കഴിക്കുന്നില്ല, ചന്ദ്രയാന വ്രതങ്ങളെല്ലാം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. ഈ വാക്കുകളോട് കൂടി തന്നെ പൂച്ച കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. എനിക്കറിയാം നിങ്ങളെ എല്ലാ പക്ഷികളും വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്, എല്ലാവരും വളരെ വിശ്വസ്തനായിട്ടുള്ളൊരു നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിലാണ് നിങ്ങളെ കാണുന്നത്, നല്ല അറിവിനുടമ, നല്ല സുഹൃത്ത്, ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിങ്ങളെ കാണുന്നത്. ഞാനും അതേപോലെ കാണാൻ ആഗ്രഹിക്കുന്നു. Since you are a vegetarian in age and knowledge, I have come to hear from you of righteousness. But you are such a righteous person that you are ready to kill me, the one who is your guest. While righteousness of householders has been described thus. അതായത് വളരെ സൂത്രശാലിയായിട്ടുള്ള പൂച്ച തുടർന്നും നമ്മുടെ കഴുകനെ പുകഴ്ത്തുകയാണ്. ഇത് പറയുന്നത്, നിങ്ങൾ പ്രായത്തിലും അറിവിലും പരിചയസമ്പന്നനായതിനാൽ തന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് ധർമ്മത്തെക്കുറിച്ച് കേൾക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും കൂടി പൂച്ച കൂട്ടിച്ചേർക്കുകയാണ്. As trees do not deny shade and shelter to those ones who come to cut them down, householders should welcome even the foes visiting without letting them down. In the absence of material means, the guest should be greeted with courteous words. ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു നീതിമാനായ വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് അഭയം തേടി വന്ന ഒരു അതിഥിയെ പോലെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നെയാണ് നിങ്ങളിപ്പോൾ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇതും പറഞ്ഞിട്ട് പൂച്ച പറയുകയാണ്, മരങ്ങൾ അവയെ വെട്ടിമാറ്റാൻ വരുന്നവർക്ക് തണലും അഭയവും നിഷേധിക്കാത്തതുപോലെയായിരിക്കണം ഗൃഹസ്ഥർ, അതായത് വീട്ടുടമസ്ഥർ അവർക്ക് എന്ത് ചെയ്യണം? ശത്രുക്കളുടെ സന്ദർശനങ്ങൾക്ക് പോലും നിരാശപ്പെടുത്താതെ അവർക്ക് അഭയം നൽകുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. Since straw mat, floor, water and courteous words are the 4 things easily available in all households to greet the guests' visitings. Besides, the virtuous do not deny extending their compassion even to the vegetables. ഏതൊരു അതിഥി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും എല്ലാവരും അവർക്ക് എന്ത് ചെയ്യും? ഒരു സ്ട്രോ മാറ്റ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ പായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൈക്കോൽ പായ അല്ലെങ്കിൽ ഫ്ലോർ നിലത്തു അല്ലെങ്കിൽ വെള്ളം നൽകും, അല്ലെങ്കിൽ മാന്യമായ വാക്കുകളോടുകൂടി അവരോട് സംസാരിക്കും. ഇതെല്ലാം എല്ലാവരും ആ ഒരു വ്യക്തിയെ തൻ്റെ വീട്ടിലേക്ക് ശത്രു ആയിക്കോട്ടെ ആരായിക്കോട്ടെ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. As the moon does not dim its light over the house of the outcast in distress, moreover, the guest is returning ungreeted from your door. Exchange their sins for your virtues, take it for sure. ജാതിയിൽ താണേക്കിടയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വെളിച്ചം കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന ചന്ദ്രനൊന്നും ഇക്കാലത്ത് ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ ഏറ്റവും താഴ്ന്ന ജാതനായ ഒരാൾ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് അതിഥിയായി എത്തുമ്പോൾ തന്നെ അർഹമായ ബഹുമാനത്തോടെയായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക. കാരണം എന്താണ്? എല്ലാവരും അതിഥികളെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ്. Hearing all this, the vulture uttered, I said, so because nestlings live here and cats love meat. At this the cat, with a pretense of pity, immediately bowed down to touch the ground and then his ears, only to say, having listened to the holy scriptures and given up all sorts of passions, I have taken vow to follow the Chandrayaan Vrat. Despite having many disagreements among themselves, all holy scriptures unanimously consent to the view that non-violence is the supremest act of righteousness. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കഴുകൻ പറഞ്ഞു, ഞാൻ വെറുതെയല്ല നിങ്ങളെ ഇവിടേക്ക് കയറ്റാതിരുന്നത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവരെ തിന്നുക എന്ന് പറയുന്നത് എല്ലാ പൂച്ചകൾക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സൂത്രശാലിയായിട്ടുള്ള പൂച്ച എന്ത് ചെയ്തെന്നോ, വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി പൂച്ച നിലം തൊടാൻ തുടങ്ങി. കുനിഞ്ഞു നിന്ന് നിലം തൊട്ട് തൻ്റെ ചെവികളിൽ പിടിച്ച് അവൻ പറഞ്ഞു, വിശുദ്ധമായ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്ന ആളാണ് ഞാൻ. അതിലെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ഞാൻ ചന്ദ്രയാന വ്രതങ്ങൾ വരെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറയുകയാണ്. As is stated, marked by non-violence, tolerance and lending a helping hand. Such are the people who live for divine and heavenly land. Dharma is the only friend accompanying soul post-death. All else on this earth decays, for sure with the body's death. പരസ്പരം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് രണ്ടുപേരും. പൂച്ച വളരെയധികം സംസാരിക്കുന്നുണ്ട്, വായ്തോരാതെ സംസാരിക്കുന്നത്. അതായത് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മരണത്തോടെയാണ് സംഭവിക്കുക എന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കഴുകൻ്റെ വിശ്വസ്തത നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ക്യാറ്റ്.
അങ്ങനെ ഇതേപോലത്തെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ കഴുകൻ്റെ വിശ്വസ്തത നേടിയെടുക്കുകയാണ് പൂച്ച ചെയ്യുന്നത്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഹാവ് പാസ് ദ ക്യാറ്റ് ബിഗാൻ ടു ക്യാച്ച് ദ യങ് ബേർഡ്സ് ആൻഡ് ബ്രോട്ട് ദം ടു എ ഹോളോ ഡെയിലി ടു ഈറ്റ്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ ക്യാറ്റ് ഓരോരുത്തരെയും പിടിച്ചുകൊണ്ടുപോയിട്ട് കഴിക്കുകയാണ്. ദ ബേർഡ്സ് ഹൂസ് യങ് വൺസ് ഹാഡ് ബീൻ ഡിവോർഡഡ് ലാമെൻറ്റഡ് ഇൻ സോറോ സെർച്ചിങ് ഫോർ ദം ഹിയർ ആൻഡ് ദർ. അങ്ങനെ അവരുടെ കുട്ടികളെ കാണുന്നില്ല എന്ന് കണ്ടിട്ട് എല്ലാ പക്ഷികളും തങ്ങളുടെ ചെറിയ മക്കളെ അവിടെ ഇവിടെയായിട്ട് എല്ലാ സ്ഥലത്തും തിരയുകയാണ്. അപ്പോൾ നോയിങ് ദിസ് ദ ക്യാറ്റ് ലെഫ്റ്റ് ദ ഹോളോ ആൻഡ് ഫീൽഡ് ഫ്ലഡ്. അങ്ങനെ ആ ഒരു സമയത്താണ് ക്യാറ്റ് എന്ത് ചെയ്തു, എല്ലാ പക്ഷികളെയും തിന്നു കഴിഞ്ഞ് ക്യാറ്റ് മെല്ലെ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഇൻ ബിറ്റ്വീൻ ദ ഡിസ്ട്രസ്ഡ് ബേർഡ്സ് ഫൗണ്ട് ദ ബോൺസ് ഓഫ് ദർ ചീക്സ് ഇൻസൈഡ് ദ ഹോളോ ഓഫ് ദ ട്രീ. അങ്ങനെ നല്ല പക്ഷികളെല്ലാം അവരുടെ മക്കളെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ പക്ഷികളുടെ കുഞ്ഞു ചിറകുകളും ബോണുകളും എല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മുടെ ഈ വൾച്ചറിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു. അവരറിയുന്നില്ല ഇവിടെ ഒരു പൂച്ച ഇതുവരെ താമസിച്ചിരുന്നത്. ദെൻ ദേ സെഡ്, "This wicked vulture has eaten our young ones after a decision taken anonymously. All the birds killed the old vulture." എന്താ പറയുന്നത്, അങ്ങനെ ഇതിൻ്റെ എല്ലുകളും ചിറകുകളുടെ എല്ലാം ബാക്കികൾ കണ്ടിട്ട് എല്ലാ പക്ഷികളും തീരുമാനിച്ചു അതാ കഴുകനാണ് നമ്മുടെ മക്കളെ എല്ലാം തിന്നത് എന്ന് ഓർത്തിട്ട് അവരെന്ത് ചെയ്തു, മുന്നോട്ടും പിന്നോട്ടും ആലോചിക്കാതെ ആ ഒരു പ്രായമുള്ള ആ ഒരു കഴുകനെ അവരെന്ത് ചെയ്തു, കൊത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ആ കഥ അവിടെ തീരുകയാണ്.